കോസ്റ്റ് ഗാർഡിൻ്റെ 49ാമത് റേസിംഗ് ഡേയുടെ ഭാഗമായിട്ട് ഉൾക്കടലിൽ ഒരു ദിവസം എന്ന രീതിയിൽ ഉൾക്കടലിൽ ഒരു ദിവസം എന്ന രീതിയിൽ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകം ക്ഷണമുണ്ടായിരുന്നു. നമ്മൾ പേരും മറ്റു കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ കൊടുത്ത് അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. നമ്മൾ അവിടെ പോയി. അതിനുശേഷം നമ്മളെ ICGS സമർത്ത് എന്ന കപ്പലിൽ അവർ നമ്മളെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കപ്പലിനെ ചെറിയൊരു ബോട്ട് ഉപയോഗിച്ച് വലിച്ച് പുറത്തേക്ക് മാറ്റുന്നതാണ്. ഇത് ഫോർട്ട് കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡിൻ്റെ ആസ്ഥാനത്ത് നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ ഈ വലിയ കപ്പലുകൾ നമ്മൾ വശത്തേക്ക് ചേർത്താണ് പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങാനും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ കപ്പലുകൾ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഒരുക്കുന്നത്. അപ്പം നമ്മളെ വലിയ കപ്പലിനെ ഒരു ചെറിയ ബോട്ട് ഉപയോഗിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചയാണ്. പലപ്പോഴും ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എടുക്കാറുണ്ടെങ്കിലും അതൊന്നും കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാനോ അതിനുള്ള വേണ്ട സമയങ്ങളോ മറ്റോ ഒന്നും കിട്ടാറില്ല. അതാണ് പലപ്പോഴും വീഡിയോകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നത്. നമ്മുടെ കപ്പൽ ഇതിന് ശേഷം ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മൾ പതുക്കെ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം 8, 9, 10 കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ കപ്പലിൻ്റെ വേഗത. എങ്കിൽ പിന്നീട് അത് 21, 22 കിലോമീറ്റർ വരെ വേഗത്തിലേക്ക് എത്തുന്നുണ്ട്. അതിവേഗത്തിൽ തന്നെ നമുക്ക് കപ്പലിന് പോകേണ്ട പ്രത്യേക ചാലുകളിലൂടെയാണ് നമുക്ക് പോകുന്നത്. ചാലുകളൊക്കെ നമുക്ക് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാം. അപ്പം തന്നെ തീരത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നമുക്ക് പോകാം. കുറച്ച് ദൂരം കൂടെ നമ്മളങ്ങ് ചെന്ന് പിന്നെ ചുറ്റും വെള്ളം മാത്രമാണ്. കാര്യമായിട്ടൊന്നും തന്നെ കാണാനുണ്ടാവില്ല. ഇടയ്ക്ക് കപ്പലുകൾ ഇങ്ങനെ ഇപ്പുറത്തൂടെയൊക്കെ വന്ന് പോവുകയും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ ചെറിയ വഞ്ചികളും അതുപോലെ ബോട്ടുകളും ഒക്കെ കാണാൻ സാധിക്കും. ഇതായി പോകുന്നതാണ് ഈ പോകുന്ന പോലെ. ഇത് ഉൾക്കടലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ദൂരത്ത് ബോട്ട് കിടക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ HCLൻ്റെ പ്ലാന്റുകളും ഒക്കെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ പോലും നമ്മൾ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും മാറുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ അതെല്ലാം മനസ്സിലാവും. എന്താണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ എന്താ പറയുക എന്ന് പോലും അറിയാത്തൊരു ഒരു കമൻട്രിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് നല്ല ശക്തമായിട്ടുള്ള വെയിൽ ഞങ്ങൾ പോയ സമയത്തുണ്ടായിരുന്നു. അപ്പം കപ്പലിന് ചെറിയ ഉലച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിലും ഞങ്ങൾ അങ്ങേ സൈഡിലും ഒക്കെ ആയിട്ട് കപ്പലിന് മാറി നിന്ന് നമുക്ക് കാര്യമായ ഒരുപാട് വെയിൽ കൊള്ളാത്ത രീതിയിലൊക്കെ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ ഒരുക്കി തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹരമായ കാഴ്ച എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സമയത്തൊന്നും കാര്യമായിട്ടുള്ള വെള്ളത്തിന് വലിയ ഓളം ഒന്നും നമുക്ക് തോന്നുന്നില്ല. ഉള്ളിലേക്ക് ചെല്ലുന്തോറും ഓളം കൂടി വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല കാറ്റാണ് ഈ സമയത്തൊക്കെ. എപ്പോഴും ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കും. ശക്തമായ വെയിലുണ്ടെങ്കിൽ നമുക്കത് അനുഭവപ്പെടില്ല. പക്ഷെ നമ്മൾ കുറച്ചധികം നേരം ഇങ്ങനെ വെയിലുണ്ടെങ്കിലത്തേക്ക് നമുക്ക് പല ക്ഷീണങ്ങളും അസ്വസ്ഥത. എനിക്ക് ചെറിയ തോതിൽ ഇങ്ങനെ തല കറങ്ങുന്ന പോലെയൊക്കെ നമുക്ക് ബാലൻസ് പോകുന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു. കാരണം നമ്മളിങ്ങനെ ആദ്യമായിട്ടാണല്ലോ കപ്പലിൽ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു ഇത്. അങ്ങനെ പോയതുകൊണ്ട് പക്ഷെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സമയത്ത് അതിനൊന്നും വേറെ വിഷയങ്ങളൊന്നുമില്ല. കഴിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. അതിനൊന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഈ കപ്പലിന് ചെറിയതായിട്ട് അങ്ങോട്ടും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉലച്ചിലും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഉലച്ചിലുണ്ട്. അത് നമുക്ക് എപ്പോഴും നമുക്കൊരു ചെറിയ ബാലൻസ് പോകുന്നതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. ശരിക്കും കപ്പലിൻ്റെ ബാലൻസിൻ്റെ പ്രശ്നമാണ്, നമുക്കത് ഫീൽ ചെയ്യുന്നതാണ്. അങ്ങനെ എനിക്ക് പിന്നെ ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് പോയതുകൊണ്ടുള്ള ചെറിയ അസ്വസ്ഥതകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തലേദിവസത്തെ വർക്കും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി പരിപാടി ആയതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞത്തേക്ക് കണ്ടോ പിന്നെ കര തന്നെ കാണാനില്ല. നമ്മളിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. വീഡിയോ വേണമെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ ചുരുക്കമായിരുന്നു. പക്ഷേ എല്ലാം ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഇങ്ങനെ ആളുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതെല്ലാം ഒന്ന് അറിഞ്ഞോട്ടെ. കപ്പൽ ഓളം വിടുന്നതുണ്ടോ, വെള്ളം ഓളം വിടുന്നതുണ്ടോ കപ്പൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും. കപ്പലിൻ്റെ ഒരു നിഴൽ ചിത്രവും കൂടെ നമുക്ക് താഴെ കാണാനും സാധിക്കുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളുണ്ടാകും. നമ്മൾ കപ്പലിൻ്റെ കൂടുതൽ ഭാഗങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് കടൽ ഇങ്ങനെ കണ്ടുപോകാം. സുരക്ഷിതമായിട്ട് നിന്ന് മുന്നോട്ട് പോകുക. ഇതുകൊണ്ട് ഇങ്ങനെ ഇനി ഒന്നും കാണാനില്ല. ഇതാണ് ഇനിയുള്ള കാഴ്ച. നമ്മുടെ അടുത്ത വീടുകളിൽ വരുന്നത് ഈ കോസ്റ്റ് ഗാർഡ് നമുക്കായിട്ട് ഒരുക്കിയ അവരുടെ ചില പരിശീലനങ്ങളും പ്രദർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗവർണറാണ് കേട്ടോ.
രാജേന്ദ്രനാഥ് അർലേക്കർ എന്ന നമ്മുടെ കേരളത്തിൻ്റെ ഗവർണറാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പത്നി ഉണ്ടായിരുന്നു, ഒരുപാട് VIPs ഒക്കെ ഉണ്ടായിരുന്നു. ഈ നിൽക്കുന്ന കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് കപ്പലിൻ്റെ ചാല് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വെള്ളത്തിൽ നിന്ന് അനങ്ങത്തില്ല. ഇതിലെങ്ങനെയാണ് അവർ അവിടെ ഉറപ്പിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നങ്കൂരം ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് മാറുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അവർ സാറ്റലൈറ്റ് വഴിയൊക്കെ അത് മാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കത് അറിയാനും കൃത്യമായിട്ട് അതിൻ്റെ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അങ്ങനെ നങ്കൂരം ഇട്ട് വെച്ചിരിക്കുന്ന പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. ആ രണ്ടിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടത്. മാറി മറ്റൊരു ഭാഗത്തോടെ നമുക്ക് പോകാൻ സാധിക്കില്ല. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് തന്നെ നോക്കി, ഞാൻ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കി ഇരുന്നിരുന്നു. നമ്മൾ മുകളിലേക്ക് കയറുന്ന ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. കപ്പലിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് കയറുന്ന ഭാഗങ്ങളൊക്കെയാണ്. ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, നീലയായിട്ട് മാറി, ഇടയ്ക്ക് പച്ച, അങ്ങനെ പല പല കളറുകൾ നമുക്ക് തോന്നും ഇങ്ങനെ മാറി മാറി വരുന്നതായിട്ട്. അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു അനുഭവം ഒരു ചാൻസ് കിട്ടിയാൽ അത് ഒരിക്കലും കടലിൽ പോകാനൊരു ചാൻസ് കിട്ടിയാൽ പോകാതെ ഇരിക്കരുത്.